പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആലപ്പുഴയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി നിന്ന് മത്സരിച്ചതിന് ശേഷമുണ്ടായ ആ ഒരു വോട്ട് വർധനവ്, പക്ഷെ അതിനുശേഷവും ഇപ്പോൾ അവിടെ BJPയിലേക്ക് ഒരു ഒഴുക്ക് കാണപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് LDF വിട്ടുകൊണ്ട് BJPയിലേക്ക് വന്നെത്തുന്നവർ ഒരുപാട് പേര് ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം വ്യക്തമാക്കാനായിട്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ കോട്ടകൾ പോലും തകരുന്ന തരത്തിൽ ഇപ്പോൾ BJPയുടെ ഒരു മുന്നേറ്റം ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ. അതിലിപ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനോടകം തന്നെ, അതായത് ഇപ്പോൾ ഈ അടുത്ത ദിനങ്ങളിൽ തന്നെ, അതായത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ, ഏകദേശം 200ഓളം ഇടതുപക്ഷത്തിൽ നിന്നുമുള്ള പ്രവർത്തകർ BJPയിലേക്ക് എത്തിയ ഒരു കാഴ്ച ആലപ്പുഴയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് വലതുപക്ഷത്തിൽ നിന്നും 30ഓളം പേര് BJPയിൽ അന്ന് ചേർന്നിരുന്നു. അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടായ ഒരു സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അതിന് ഒരു കുറവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത്. അതായത് CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും ഒരുമിച്ചിപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. അതായത് ശ്രീകുമാറും കുടുംബവുമാണ് ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്നതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്നു ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കരുവാറ്റ പഞ്ചായത്തിൽ പതിറ്റാണ്ടുകളായുള്ള CPM ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് സോമൻ കേശവനും കുടുംബവും ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആലപ്പുഴയിൽ ഇടതുപക്ഷമായിരുന്ന പലരും ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നിലവിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമുണ്ടാക്കിയ ഒരു സ്ഥലമായി ആലപ്പുഴ മാറിയിരുന്നു. അതിൽ തന്നെ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് BJPക്ക് ഇപ്പോൾ ആലപ്പുഴ മാറിയിരിക്കുക തന്നെയാണ്. അത് അതേപോലെ നിലനിർത്താനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കാനും അതിന് മുന്നോടിയായിട്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ വലിയൊരു നേട്ടമുണ്ടാക്കാനുമായിട്ടുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതും BJPയിലോട്ട് തന്നെ. ഏതായാലും ഇതൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രന് എത്രത്തോളം നേട്ടമായി മാറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭയ്ക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ആലപ്പുഴയിൽ. അത്രത്തോളം വിജയസാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്ന് മത്സരിക്കുക എന്നുള്ളത് ശോഭയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴത്തെ. എന്തായാലും ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ BJPയുടെ ഒരു നീക്കമെന്ന് പറയുന്നതും. ഇടതുപക്ഷത്തിൽ നിന്നും ഈ ഒരു ഒഴുക്ക് അത് BJPയിലേക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും.